നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ട് ഓന്തുകളൊക്കെ തല തല്ലി ചത്ത് കാണും. അമ്മാതിരി ഓന്തിനെ പോലും വെല്ലുന്ന പ്രകടനമല്ലേ ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വി.ഡി. സതീശൻ കാണിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ SDP-യുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? വേണം എന്ന് തന്നെയാണ് സതീശൻ പറഞ്ഞത്. അതായത് മൂവാറ്റുപുഴയിൽ SDP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി ഇത്തവണ ഞങ്ങളുടെ പിന്തുണ UDF-നാണെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇന്നലെ സതീശനോട് ചോദ്യം ചോദിച്ചപ്പോൾ സതീശൻ ആ പിന്തുണ വേണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ പിന്തുണ വേണ്ട എന്ന് സതീശൻ പറഞ്ഞിട്ടില്ല. ഇത് വലിയ തലവേദനയായി എന്ന് കണ്ടപ്പോൾ ഇന്ന് സതീശൻ വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഞങ്ങൾക്ക് അത്തരം ഈ SDP പോലുള്ള വർഗീയ ശക്തികളുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് സതീശൻ പറയുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അല്ല സതീശ, ഇന്നലെ എങ്ങനെയല്ലല്ലോ സതീശേട്ടൻ പറഞ്ഞ്, ഇന്ന് എന്ത് പറ്റിയെന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, നിങ്ങൾ കേട്ടത് മാറിപ്പോയതാണ്, ഞാൻ ഇന്നലെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. എന്തായാലും സതീശന്റെ ആ ന്യായീകരണ ക്യാപ്സ്യൂൾ ആദ്യം ഒന്ന് കാണാം. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെക്കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പം തന്നെ വിത്തിൻ 1 hour KPCC പ്രസിഡന്റിൻ്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ച് പറയുമെന്നാണ് 1-ാം തീയതി. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടു. 3-ാം തീയതി, ഇന്ന് 4-ാം തീയതി, ഇന്ന് KPCC ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയുകയാണ്. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലല്ലേ. അല്ല, ഇനി ഞാൻ ചെയ്യട്ടെ, അല്ല, പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്, ഒരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ട പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ല, അങ്ങനെ ഒന്നുമില്ല, കൃത്യമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ആഹാ, എന്ത് രസമല്ലേ! ഇങ്ങനെയൊക്കെ എങ്ങനെ സാധിക്കുന്നു എൻ്റെ സതീശ എന്ന് ചോദിച്ചു പോവുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ ഇന്നലെ പറഞ്ഞതാ ഇങ്ങനെ മാറ്റി പറയാൻ അത് സതീശന് മാത്രമേ കഴിയൂ എന്ന് സതീശൻ തെളിയിച്ചിരിക്കുകയാണ്. SDP-യുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് KPCC പ്രസിഡന്റ് സുധാകരനോട് ചോദിച്ചപ്പോൾ സുധാകരൻ എന്താണ് പറഞ്ഞത്? സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അത് വലിയ അന്തസ്സായിട്ടാണ് ഈ സുധാകരൻ പറഞ്ഞത്. ഇന്നത്തെ മുരളീധരനും പറഞ്ഞിട്ടുണ്ട്, പ്രേമേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ സതീശ തള്ളിവിട്ടതാണ് SDP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന്. ചെറിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. ചാവക്കാട് പുന്നേൽ നൗഷാദിനെ SDP അത് ക്രൂരമായി കൊലപ്പെടുത്തിയത് ഓർമ്മയില്ല സതീശ. എന്നിട്ട് 4 വോട്ട് കിട്ടുമെന്ന് കാണുമ്പോൾ നിലപാട് പണയം വെച്ച് SDP-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾ സ്വീകരിക്കും ആ പിന്തുണ എന്ന് പറയാൻ നാണമില്ലേടോ എന്ന് കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ, വലിയ വിമർശനമായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് സതീശൻ ഇങ്ങനെ ഒന്ന് മനം മാറിയത്. അത് ആർക്കാണ് അറിയാത്തത്? എന്നിട്ട് സതീശൻ ഇങ്ങനെ ഇരുന്ന് മെഴുകുകയാണ്. ഇങ്ങനെ മെഴുകുമ്പോഴും മാധ്യമപ്രവർത്തകർ UDF സ്ഥാനാർത്ഥികളോട് ചോദിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥികൾ പറയുന്നത് ഞങ്ങൾക്ക് SDP-യുടെ പിന്തുണ വേണം എന്ന് തന്നെയാണ്. ഇവരുടെ നിലപാടുകൾ, ഒപ്പം ആ നേതൃത്വത്തിൻ്റെ നിലപാടിനെ എത്രത്തോളം മറ്റുള്ളവർ മതിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്തവണ UDF-നെ പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് അത്ര വലിയ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമൊന്നും. അത് ഞാൻ പറയാം, വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ടെന്ന് ആരും പറയില്ല. ഈ ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഹസൻ എന്താണ് പറഞ്ഞത്? ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന്. ഇവരിങ്ങനെയാണെന്നേ, ഒരു കാര്യത്തിലും ഒരു നിലപാടില്ല. അതായത് SDP-യുമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താണ് ബന്ധം, SDP-യുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും പറയുകയാണ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന്. പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെയായിരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയോട് മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നു.
അപ്പോഴും മല്ലികാർജുൻ ഖർഗെ ആലോചിച്ചിട്ട് പറയാം എന്നാണ്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്വീകരണം കിട്ടുന്നു. CPM അടക്കമുള്ള പാർട്ടിക്കാർ പറയുന്നു ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് നിലപാട് അപ്പം തന്നെ പറയുന്നു. അതിപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലാണെങ്കിലും ഈ അയോധ്യയിലെ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും CPM അപ്പം തന്നെ നിലപാട് മുഖത്തടിച്ചോണം പറയും. അല്ലാതെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്ന ഗിമ്മിക്ക് നമ്പറൊന്നും എന്തായാലും CPM ഇറക്കില്ല. അപ്പോൾ ഖർഗെ പറഞ്ഞത് ഇതുപോലെ തന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നായിരുന്നു. എന്ന് ആലോചിച്ച് നോക്കണം, എന്തൊരു ഗതികേടാണ് ഈ പാർട്ടിയുടേത്. എന്നിട്ട് ഇപ്പോൾ SDP പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് സതീശൻ പറയുമ്പോൾ, സതീശൻ പറയുന്നത് പോലെ തന്നെ ഹസൻ പറയുമ്പോൾ, സുധാകരനും പ്രേമചന്ദ്രനും മറ്റുള്ള ടീംസൊക്കെ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ്. മുരളീധരൻ പറഞ്ഞു ഇന്നതാ തൃശ്ശൂരിൽ ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഞങ്ങൾക്ക് വേണമെന്ന്. ഇതിൻ്റെ പേരിൽ ഉമ്മാരി മുമ്പിൽ അടിയിടിയും വെടിയൊപ്പം ഉണ്ടാവുന്ന ദൈവത്തിനറിയാം. അതിനിടയിൽ മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അല്ല, ഈ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടയിൽ പാർട്ടികളാരും ഈ UDFന്റെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒന്നും പതാകയൊന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിൽ ആർക്കാണ് ദണ്ഡം? പറയട്ടെ, ആർക്കാണ് ദണ്ഡം എന്ന രീതിയിൽ സതീശൻ തട്ടിക്കയറുകയാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നതാണ് ഒരു നാമനിർദ്ദേശ പത്രിക തരാൻ വേണ്ടി. അപ്പോൾ വലിയ പ്രകടനം നടക്കുകയാണ്. പാർട്ടിക്കാരോടൊക്കെ പറയുകയാണത് ആരും കൊടി പൊക്കരുത് കേട്ടോ, എല്ലാവരും പോക്കറ്റിലിട്ടോളെ. അവസാനം പത്രക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, അത് എന്ത് പറ്റിയ കൊടി, എന്തേ കൊടി പോക്കറ്റിലാണെന്ന് ഒരു പ്രവർത്തകൻ പറയുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. എന്തേ കൊടി പൊക്കാത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ഒരു റോഡ് ഷോ നടത്തി. ആ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഒരു പാകിസ്ഥാൻ കൊടിയാണെന്നുള്ള രീതിയിൽ സംഘികൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അങ്ങനെ ആ രീതിയിൽ ഇനിയും ഒരു പ്രചാരണം നടക്കുമോ എന്ന് ഭയന്നിട്ട്, അതായത് മുസ്ലിം ലീഗിൻ്റെ കൊടി ആരും കാണരുത്, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൊടിയും പോക്കലിലിട്ടു, അവരെയും പറ്റിച്ചു, നിങ്ങളുടെ കൊടിയും പോക്കലിലിട്ടോളെ. ഇവരാണ് സംഘികളോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട. കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വില പോവില്ല. സതീശൻ ഇവിടെ നിന്ന് പറയാണ്, അതെ 24 മണിക്കൂർ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ ഓരോ കാര്യങ്ങളിരുന്ന് പറയുകയാണ്, രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തുകയാണ്, സംഘപരിവാരങ്ങൾക്കെതിരെ പോരാടാൻ പറ്റുന്ന ഒരേ ഒരു ശക്തി അത് രാഹുൽ ഗാന്ധിയാണെന്നാണ് സതീശൻ പറയുന്നത്. എന്നിട്ട് എന്തിനാണ് സതീശ ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ടുള്ള വയനാടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത്? പോയി വല്ല അമേഠിയിലും പോയി മത്സരിക്കാൻ പറയാന്നേ. സ്മൃതി ഇറാനിയൊക്കെ വെല്ലുവിളിച്ചല്ലോ ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ച് കാണിക്കാൻ, എന്തേ പോവാത്തെ? എന്നിട്ട് ഇടതുപക്ഷത്തിനെതിരെയാണ് മത്സരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നത്. സംഘികളോട് മത്സരിക്കാൻ, BJPയോട് മത്സരിക്കാൻ പേടിയാണ് രാഹുൽ ഗാന്ധിക്ക്. അവിടെയൊക്കെ പോയി നിന്ന് 8 നില പൊട്ടുമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്നേ. എന്നിട്ട് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ ഈ ദേശീയ നേതാക്കളൊക്കെ കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം, നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. അപ്പ കാണുന്നവനെ ഞാൻ പറയേണ്ട കാര്യമല്ലോ, അതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ നിലപാട് മാറ്റുന്ന, ഒരു നിലപാടുമില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അരുണാചൽ പ്രദേശ് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 40 പേർ BJP ചേർന്നു. ഇപ്പൊ പേമ ഗന്ധു എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസിന്റെ നേതാവ് അവിടുത്തെ BJP ഭരിക്കുന്ന ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നാലോചിച്ച് നോക്കണം. അപ്പോൾ രാഹുൽ ഗാന്ധി സംഘപരിവാരങ്ങൾക്കെതിരാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പോയി മത്സരിക്കേണ്ടത് വല്ല അരുണാചൽ പ്രദേശിലോ അല്ലെങ്കിൽ ഈ അമേഠിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അതായത് BJP അതിശക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ പോയി മത്സരിക്കേണ്ടത്. അല്ലാതെ കേരളത്തിൽ വന്ന് ഞങ്ങൾ സംഘികൾക്കെതിരാണ്, സംഘപരിവാരത്തിനെതിരാണ് മത്സരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ പൊട്ടിച്ചിരിക്കും. ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ്. ഇനിയിപ്പോൾ UDFും BJPയും ഒക്കെ ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് ഇവിടെ കോൺഗ്രസ് സംഘികളും LDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. എന്നിട്ട് അവിടെ കൈരളിക്കാരൻ അല്ലെങ്കിൽ ദേശാഭിമാനിക്കാരൻ സതീശന്റെ അടുത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അസഹിഷ്ണുതയാണ്. സതീശൻ കിടന്നിട്ട് ഇനി ഈ ചോദ്യം ചോദിക്കണ്ട കേട്ടോ, കൈരളിക്കാരൻ ചോദിക്കണ്ട, ദേശാഭിമാനിക്കാരൻ ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വാമൂടി കെട്ടാനുള്ള ശ്രമം നടത്തുകയാണ് ഈ സതീശൻ. ഈ സതീശൻ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, കണ്ടില്ലേ മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെയൊക്കെ മാധ്യമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാമെന്ന്. എന്നിട്ട് ഈ സതീശൻ എന്താണ് ചെയ്യുന്നത്? കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എവിടെ വെച്ച് കണ്ടാലും ഈ പറയുന്ന ഈ സതീശനെ ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ഈ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട് നമ്മൾ. എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ ഹസൻ ആ മൈക്കൊന്ന് തരുമെന്ന് ചോദിക്കുന്നുണ്ട്.
ഹസൻ അടിച്ചിരുത്തിയിട്ട് ഒരു സ്ഥിരം കലാപരിപാടി സതീശൻ നിന്നിരുന്നങ്ങ് പ്രസംഗിക്കുകയാണ്. അല്ലെങ്കിലും സതീശൻ ഒരു 1 മാൻ ഷോയാണ്. എല്ലാം ഞാൻ മാത്രം, എൻ്റെ പേര്, എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ ശബ്ദം, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ആരും കേൾക്കരുത്, കാണരുത്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹസനും ആലോചിക്കുന്നുണ്ടാവും ഏത് ഗതികെട്ട നേരത്താണോ ഞാനും ആക്ടിംഗ് പ്രസിഡന്റ് ആയത്. എന്തായാലും ഹസനും കണ്ടമാനം കിട്ടിയിട്ടുണ്ട്, ഹസനെയും ആക്ഷേപിച്ചിട്ടുണ്ട്. എന്തായാലും SDP പിന്തുണ സതീശൻ വേണ്ട എന്ന് പറയുമ്പോൾ മറ്റുള്ള UDF സ്ഥാനാർത്ഥികളൊക്കെ ഞങ്ങൾക്ക് ഈ പറയുന്ന SDP പിന്തുണ വേണം എന്ന് പറയുന്ന ഇടത്താണ് ഇവരുടെ നിലപാടും ഇവരുടെ കാഴ്ചപ്പാടും ഇവരുടെ രാഷ്ട്രീയവും നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.